ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി. ഈ സ്തോത്രത്തിൽ പരാശക്തിയായ ദേവിയെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പരാശക്തി എന്നാൽ ആ പരബ്രഹ്മമായ സദാശിവൻ്റെ ശക്തി സ്വരൂപിണിയാണ്. ആ പരബ്രഹ്മത്തിന് എപ്പോഴാണ് സൃഷ്ടി നടത്തണം എന്ന് ഇച്ഛയുണ്ടാകുന്നത്, അപ്പോഴെല്ലാം ആ ശക്തി സ്വരൂപിണിയായ, അതായത് ആ പരാശക്തിയെ ആശ്രയിക്കുന്നു. ഈ സ്തോത്രത്തിലൂടെ സർവചരാചരങ്ങളുടെയും മാതൃത്വത്തെ വഹിക്കുന്ന ആ അമ്മയുടെ സൗന്ദര്യത്തിൽ നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി ആ പരബ്രഹ്മത്തിൽ ലയിക്കാൻ ഓരോ ഭക്തനെയും പ്രാപ്തനാക്കി തീർക്കുന്നു. 100 ശ്ലോകങ്ങളാണ് ഈ സ്തോത്രത്തിൽ ഉള്ളത്. ഇതിൽ തന്നെ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ സാക്ഷാൽ പരമേശ്വരൻ തന്നെ രചിച്ചിരിക്കുന്നു എന്നും ബാക്കിയുള്ള 59 ശ്ലോകങ്ങളാണ് ശ്രീ ശങ്കരാചാര്യർ രചിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. 41 ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്നും പിന്നീടുള്ള 59 ശ്ലോകങ്ങളെ സൗന്ദര്യലഹരി എന്നും പറഞ്ഞിരിക്കുന്നു. ആനന്ദലഹരിയിൽ ദേവി തത്വമാണ് കാണിച്ചിരിക്കുന്നത്. ആരാണ് ദേവി? സൗന്ദര്യലഹരിയിൽ ദേവിയുടെ സൗന്ദര്യത്തെ ആപാദചൂഡം വർണ്ണിച്ചിരിക്കുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ. ശ്ലോകം 1. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരി, പരബ്രഹ്മമായ ശിവസ്വരൂപത്തിനു പോലും പരാശക്തിയായ അവിടുന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കഴിവുള്ളവനായി ഭവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്നിളകാൻ പോലും ശക്തിയില്ല. ശക്തിയില്ലെങ്കിൽ ശിവനില്ല, ശിവനില്ലെങ്കിൽ ശക്തിയുമില്ല എന്ന് സാരം. ഈ ജഗദംബയുടെ ശക്തി കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതും വിഷ്ണു പരിപാലിക്കുന്നതും മഹേശ്വരൻ സംഹാരം നടത്തുന്നതും. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാൽ പോലും സ്തുതിക്കുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സാധാരണ മനുഷ്യൻ ദേവിയെ ആരാധിക്കാൻ അത്രയും പുണ്യം ചെയ്യണം. അങ്ങനെ പുണ്യവാനല്ലാത്ത ഒരാൾ ദേവിയെ ഒന്ന് നമസ്കരിക്കാൻ പോലും എങ്ങനെ സമർത്ഥനായിത്തീരും? സർവം ജഗദംബാർപ്പണമസ്തു.